ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ അഹ്ഖാഫ് 18, 19, 20 ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഈ ആയത്തുകൾ നമ്മുടെ പുതിയ ഇന്നത്തെ പാഠമായി നാം പാരായണം ചെയ്യുകയാണ്. ഉലൈക, ഈ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. ഫീ ഉമം, ഇതിലെ യാഇനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. മദ് മുൻഫസിൽ ജായിസാണ്. അപ്പോൾ ഉലൈക എന്നത് മുത്തസിൽ വാജിബ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. എന്നാൽ ഫീ ഉമം ജായിസാണ്, അനുവദനീയമാണ്, നിർബന്ധമല്ലാത്ത ദീർഘമാണ്. ഉമമിൻ ഖദ്, തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ചുകൊണ്ട് തഫ്ഖീമോടുകൂടിയുള്ള ഉന്നത്ത് കൊടുത്ത് ഉച്ചരിക്കണം. ഖാഫാണ് തഫ്ഖീമിൻ്റെ ഹർഫാണ് ശേഷമുള്ളത് എന്നതിനാൽ ഉമമിൻ ഖദ്, ഖദ് എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. മിൻ ഖബ്ലിഹിം, അവിടെയും നേരത്തെ പറഞ്ഞ ഗുന്ന മുഫഖമ. ഉമമിൻ ഖദ് എന്നതിൻ്റെ അതേ ഹുക്മ് തന്നെ സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി ഉച്ചരിക്കുക. ഖബ്ലിഹിം, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖബ്ലിഹിം മിൻ, സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ശഫവി എന്നോ ഇദ്ഗാം മിത്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ നൽകി. ഖബ്ലിഹിം മിൻ, മിനൽ ജിന്നി, നൂൻ മുശദ്ദദ മണിക്കണം. വൽ ഇൻസ്, സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നഹും കാനു, ഇന്നഹും നൂൻ മുശദ്ദദ മണിക്കുക. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കുക. ഖാസിരീൻ, ഖാ എന്നതിലെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തഫ്ഖീം ചെയ്തുകൊണ്ട് ഖാഇനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും ഉച്ചരിക്കേണ്ടതാണ്. ഖാ, ഖാ എന്ന ശബ്ദം. വലികുല്ലിൻ ദറജാത്ത്, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ദറജാതും മിമ്മ, തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശേഷമുള്ള മീം മുശദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിക്കണം. ആമീലു, 2 ഹർക്കത്തിൻ്റെ അളവിൽ ആ ദീർഘം മതിയാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും കൂടുതൽ ദീർഘിപ്പിച്ച് ആമീലു എന്ന് നീട്ടിക്കൊണ്ട് നിർത്തും, അത് തെറ്റാണ്. ആമീലു അത്ര മതി, തബീഇയ ദീർഘം. വലിയുവഫിയഹും അഅമാലഹും വഹും ലാ യുസ്ലമൂൻ, 3 സാക്കിനായ മീമുകളും ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കേണ്ടതാണ്, മണിക്കാതെ ഉച്ചരിക്കണം. വാവിന് മുമ്പിൽ വന്നതിന് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതുമാണ്. വയൗമ യുഅറദുല്ലദീന കഫറൂ അലന്നാരി, നൂൻ മുശദ്ദദ മണിക്കണം. അദ്ഹബതും, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കണം. സാക്കിന മീമിന ഇൽഹാർ ഷഫവി. അദ്ഹബതും ത്വയ്യിബാതികും, സാക്കിന മീം അവിടെയും. ഫീ ത്വയ്യിബാതികും, ഫീ ഫാഇന് മുമ്പിൽ വന്നത് സൂക്ഷ്മതയോടെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. അദ്ദുന്യ, സാക്കിന നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. സാക്കിന നൂൻ ഇപ്രകാരം യാഇനും വാവിനും മുമ്പിൽ ഒറ്റ പദത്തിലായി വന്നിട്ടുള്ളത് 4 പദങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ദുന്യ, ബുന്യാൻ, ഖിൻവാൻ, സിൻവാൻ. നോട്ട് ചെയ്യണം. ഈ 4 പദങ്ങളിലും സാക്കിന നൂൻ യാഇനും വാവിനും മുമ്പിൽ ഒറ്റ പദത്തിലായി വന്നത് ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഈ 4 പദങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ. ഇൽഹാർ മുത്ലഖ്. അദ്ദുന്യ. വസ്തംതഅതും, വസ്തം എന്ന ആദ്യത്തെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവിയാണ്.
രണ്ടാമത്തെ സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. വസ്തംതഅ്തും ബിഹ തുജ്സൗന ജീമിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. ബിമാ കുൻതും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ബിമാ കുൻതും തസ്തക്ബിറൂൻ വബിമാ കുൻതും തഫ്സുഖൂൻ അവിടെയും അതേ നിയമം തന്നെ. സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖിയും സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവിയും നൽകി ഉച്ചരിക്കുക. ബാറകല്ലാഹു ഫീകും ജമീഅ. أعوذ بالله من الشيطان الرجيم. أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ولكل درجات مما عملوا وليوفيهم أعمالهم وهم لا يظلمون. ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون.